നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പണപ്പെരുപ്പം താഴ്ന്ന നിലയിൽ തുടരുമെന്ന് പഠനം. GST കുറച്ചത് സാമ്പത്തിക മേഖലയ്ക്ക് ഉത്തേജനം നൽകിയെന്നും വിലയിരുത്തൽ. ഓഹരി വിപണി 2025 രേഖപ്പെടുത്തിയത് മികച്ച നേട്ടം. നിക്ഷേപകരുടെ സമ്പത്തിൽ 30.20 ലക്ഷം കോടി രൂപയുടെ വർധനവ്. ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ ഇന്ത്യ സ്ഥിരതയുള്ള വളർച്ച രേഖപ്പെടുത്തിയെന്ന് UBS. ഇന്ത്യൻ മധ്യവർഗം സാമ്പത്തികമായി കൂടുതൽ കരുത്താർജിച്ചുവെന്നും റിപ്പോർട്ട്. ഇന്ത്യക്ക് സാമ്പത്തിക നേട്ടങ്ങളുടെ വർഷമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഉയർന്ന വളർച്ചയും കുറഞ്ഞ പണപ്പെരുപ്പവും ഉള്ള സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയെന്നും റിപ്പോർട്ട്. ആകർഷകമായ ഭവന വിപണികളിൽ ഒന്നായി ഇന്ത്യ ഉയർന്നു വരുന്നുവെന്ന് ബ്രൂക്ക്ഫീൽഡ്. ഇന്ത്യൻ നഗരങ്ങളിൽ ഭവന നിർമ്മാണത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി നേരിയ നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. തുടർച്ചയായ 5-ാം ദിവസവും ഇടിവ് നേരിട്ട സെൻസെക്സ് 20.46 പോയിന്റ് ഇടിഞ്ഞ് 84,675.08 വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി 3.25 പോയിന്റ് നഷ്ടത്തിൽ 25,938.85 ക്ലോസ് ചെയ്തത്. വിശദാംശങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നുണ്ട്. ജാസ്മിൻ, എന്തൊക്കെയാണ് വിപണിയിൽ നിന്നുള്ള ഇന്നത്തെ വിശദാംശങ്ങൾ? ഇന്നത്തെ ഒരു മന്ത്ലി എക്സ്പയറി ദിനത്തിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയവും ഒരു കൺസോളിഡേഷൻ മോഡിൽ തന്നെയായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. 25,940 എന്നുള്ള ഒരു ഓപ്പണിംഗിൽ നിന്നും 25,878 എന്നുള്ള ഒരു ഡേ ലോ വരെ നിഫ്റ്റി 50 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് 25,976 എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഡേ ഹൈ ആയിട്ട് വന്നിട്ടുള്ളത്. അതിന് സമാനമായി നിന്നുകൊണ്ട് തന്നെ ഒരു വളരെ ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇന്ന് നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ആ ഇടിവുകളിലൊക്കെ തന്നെ ഒരു റിക്കവറി നമുക്ക് അവസാന മിനിറ്റുകളിലേക്ക് കണ്ടിട്ടുണ്ട്. ഒരു നേരിയ തോതിലാണ് എങ്കിൽ പോലും ആ ഒരു റിക്കവറിക്ക് നിഫ്റ്റി ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. 25,938 എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് നിഫ്റ്റി 50 ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിക്കുന്നത്. എഗെയിൻ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി മൊമെന്റം നമുക്ക് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 59,171 എന്നുള്ള ഒരു പോയിന്റിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ട്രേഡിംഗ് അവസാനിപ്പിക്കുമ്പോൾ 0.5% കൂടുതലുള്ള ഒരു മുന്നേറ്റമാണ് നമുക്ക് നിഫ്റ്റി 50യിൽ ഇന്നത്തെ ദിവസം പ്രകടമായിട്ടുള്ളത്. പ്രധാനപ്പെട്ട സൂചികകളിലേക്ക് വരുന്ന സമയത്ത് മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിൽ തന്നെ ഇന്ന് ഏറ്റവും അധികം സപ്പോർട്ട് നൽകിയിട്ടുള്ളത് ഓട്ടോ ഇൻഡെക്സ് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഡിസംബർ മാസത്തിലെ ഓട്ടോ സെയിൽസ് കണക്കുകൾ വരാൻ ഇനി 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെന്റം ത്രൂ ഔട്ട് നമുക്ക് ആ ഒരു ഇൻഡെക്സിൽ പ്രകടമായിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ലോ ലെവൽസിൽ നിന്നും നിഫ്റ്റി ഒരു റീബൗണ്ടിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും ആദ്യത്തെ പോയിന്റ് വാല്യൂ ബൈയിങ് തന്നെയാണ്. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, സെക്ടേഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഓട്ടോ മെറ്റൽ സ്റ്റോക്സ് തന്നെയായിരുന്നു ഫോക്കസിൽ ഉണ്ടായിരുന്നത്. മെറ്റൽ മേഖലയിൽ നമുക്കറിയാം കുതിക്കുന്ന വെള്ളി വിലയൊക്കെ തന്നെ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോപ്പർ മേഖലയിലെ ആയാലും കോപ്പർ ഓഹരികളിലും ഈ മെറ്റൽസ് ഡീൽ ചെയ്യുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളിലായാലും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് വഴി തെളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ജാസ്മിൻ ജമാലാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വർഷവും ഇന്ത്യയിലെ പണപ്പെരുപ്പം താഴ്ന്ന നിലയിൽ തുടരുമെന്ന് പഠനം. GST കുറച്ചത് സാമ്പത്തിക മേഖലയ്ക്ക് ഉത്തേജനം നൽകിയെന്നും വിലയിരുത്തൽ. ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞതും GST കുറവും മൂലം അടുത്ത വർഷവും പണപ്പെരുപ്പം താഴ്ന്ന നിലയിൽ തന്നെ തുടരുമെന്ന് പഠനം. ഉപഭോക്തൃ വിലസൂചിക അടിസ്ഥാനമാക്കിയുള്ള ചില്ലറ പണപ്പെരുപ്പം റിസർവ് ബാങ്കിന്റെ ആശ്വാസ മേഖലയിൽ തുടർന്നു. അടുത്ത വർഷവും അങ്ങനെ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബറിൽ ഏകദേശം 400 ഇനങ്ങളുടെ GST നിരക്കുകൾ കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം രാജ്യത്തെ വിലസ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിച്ചു. 2025 വരെ മൊത്ത വിലസൂചികയും പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ കാണിച്ചു. ആദ്യ മാസങ്ങളിൽ പോസിറ്റീവായി രേഖപ്പെടുത്തിയെങ്കിലും കുറഞ്ഞു വരുന്ന WPI പണപ്പെരുപ്പം പ്രത്യേകിച്ച് ഭക്ഷ്യ ഇന്ധന വിഭാഗങ്ങളിലെ വിലസമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതിനെ പ്രതിഫലിപ്പിച്ചു. CPI അഥവാ മുഖ്യ പണപ്പെരുപ്പം 2024 നവംബറിൽ കുറയാൻ തുടങ്ങി.
അതിനുശേഷം 2025 ജൂൺ വരെ അത് റിസർവ് ബാങ്കിന്റെ കംഫർട്ട് സോണിൽ തുടർന്നു. അതിനുശേഷം അത് 2% താഴെയെത്തി. 2026-27 ആദ്യ പാദത്തിൽ മുഖ്യ പണപ്പെരുപ്പം 4% ലക്ഷ്യത്തിനടുത്തായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അഭിപ്രായപ്പെട്ടു. പണപ്പെരുപ്പം നിയന്ത്രണത്തിലായതിനാൽ റിസർവ് ബാങ്ക് 2025 ഫെബ്രുവരി മുതൽ ഹ്രസ്വകാല ബെഞ്ച്മാർക്ക് വായ്പാ നിരക്ക് കുറച്ചു. വെയ്റ്റിംഗ് പാറ്റേണിലെ വ്യത്യാസങ്ങളും ഈ സൂചികയുടെ കവറേജും WPIയിലെയും CPIയിലെയും വ്യത്യാസത്തിന് കാരണമാകുമെന്ന് ICRA ചീഫ് എക്കണോമിസ്റ്റ് അദിതി നായർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഹരി വിപണി 2025 രേഖപ്പെടുത്തിയത് മികച്ച നേട്ടം. നിക്ഷേപകരുടെ സമ്പത്തിൽ 30.20 ലക്ഷം കോടി രൂപയുടെ വർധനവ്. താരിഫ് സംബന്ധമായ അനിശ്ചിതത്വങ്ങളും രൂപ ദുർബലമായതും ഉൾപ്പെടെ നിരവധി തിരിച്ചടികൾ നേരിട്ടിട്ടും സെൻസെക്സിൽ 8% വർധനയുണ്ടായി. ഓഹരി വിപണിയിലെ നിക്ഷേപകരുടെ സമ്പത്തിൽ ഈ വർഷം 30.20 ലക്ഷം കോടി രൂപയുടെ വർധനയുണ്ടായി. പ്രതിസന്ധികൾക്കിടയിലും ഓഹരി വിപണികൾ പ്രതിരോധശേഷി പ്രകടമാക്കി. ശക്തമായ ആഭ്യന്തര നിക്ഷേപക പിന്തുണയും ശക്തമായ GDP വളർച്ചയും ഇതിന് സഹായകമായി എന്ന് വിശകലന വിദഗ്ധർ പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് ഓഹരികൾ പിൻവലിക്കുന്നത് ഒരു പ്രശ്നമായി തുടരുന്നുണ്ടെങ്കിലും 2025 ഇന്ത്യൻ വിപണിയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ശക്തമായ ആഭ്യന്തര നിക്ഷേപക സാന്നിധ്യമായിരുന്നു. ഇൻക്രെഡ് വെൽത്തിന്റെ CEO നിതിൻ റാവുവാണ് ഇക്കാര്യം പറഞ്ഞത്. ഈ വർഷം ഡിസംബർ 29 വരെ 30 ഓഹരികളുള്ള BSE സെൻസെക്സ് 6556.53 പോയിന്റ് അഥവാ 8.39% ഉയർന്നു. ഡിസംബർ 1 ബെഞ്ച് മാർക്ക് 86,159.02 എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി. BSEയിൽ ലിസ്റ്റ് ചെയ്ത സ്ഥാപനങ്ങളുടെ വിപണി മൂലധനം ഈ വർഷം ഇതുവരെ 30,20,20,96.68 കോടി രൂപ വർദ്ധിച്ച് 4,72,15,483.12 കോടി രൂപയായി. 2025 വിദേശ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്ന് 1.6 ലക്ഷം കോടി രൂപ പിൻവലിച്ചു. ഈ വർഷത്തെ റെക്കോർഡ് എണ്ണം പ്രാരംഭ പബ്ലിക് ഓഫറിങ്ങുകളും വിപണിയെ നേട്ടത്തിലേക്ക് നയിക്കാൻ സഹായിച്ചു. ഈ വർഷത്തെ ഏറ്റവും വലിയ മെയിൻ ബോർഡ് IPOകളിൽ ടാറ്റ ക്യാപിറ്റലിന്റെ 15,512 കോടി രൂപയുടെ ഇഷ്യൂ ആണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള അനിശ്ചിതത്വത്തിനിടയിലും ഇന്ത്യ സ്ഥിരതയുള്ള വളർച്ച രേഖപ്പെടുത്തിയെന്ന് UBS. ഇന്ത്യൻ മധ്യവർഗം സാമ്പത്തികമായി കൂടുതൽ കരുത്താർജിച്ചുവെന്നും റിപ്പോർട്ട്. ആഗോള സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും സ്ഥിരതയുള്ള വളർച്ച രേഖപ്പെടുത്തിയ രാജ്യമായി ഇന്ത്യ വേറിട്ടു നിൽക്കുന്നുവെന്ന് UBSന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയിലെ വളരുന്ന മധ്യവർഗവും സ്ഥിരമായ നിക്ഷേപ വളർച്ചയും ഈ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നു. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായി. നിരവധി വളർന്നുവരുന്ന വിപണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പണപ്പെരുപ്പം മിതമായിരിക്കുന്നുവെന്ന് UBS നിരീക്ഷിക്കുന്നു. ഇന്ത്യയുടെ നയചട്ടക്കൂടും പരിഷ്കരണ പാതയും ദീർഘകാല വികാസത്തെ പിന്തുണയ്ക്കുന്നു. സമീപ വർഷങ്ങളിൽ നടപ്പിലാക്കിയ ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തി. ഇത് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നുവെന്ന് UBS അഭിപ്രായപ്പെടുന്നു. നിർമ്മാണ മേഖലയും അടിസ്ഥാന സൗകര്യ മേഖലയും ശ്രദ്ധാകേന്ദ്രങ്ങളായി തുടരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിലെ നിക്ഷേപവും വിതരണ ശൃംഖല വൈവിധ്യവൽക്കരണവും ഇന്ത്യയുടെ കുതിപ്പിന് ആക്കം കൂട്ടുന്നു. ഇന്ത്യയുടെ ഓഹരി വിപണിയും ശക്തമായ നിലയിലാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ആഗോളതലത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഘടനാപരമായ വളർച്ചാ സാധ്യതകൾ ഇന്ത്യയെ സംബന്ധിച്ച് നിലനിൽക്കുന്നു എന്ന് റിപ്പോർട്ട് സംഗ്രഹിക്കുന്നു. വളർന്നുവരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും ശക്തമായ രാജ്യമായി ഇന്ത്യയെ ഇത് മാറ്റുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2025 ഇന്ത്യക്ക് സാമ്പത്തിക നേട്ടങ്ങളുടെ വർഷമായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ. ഉയർന്ന വളർച്ചയും കുറഞ്ഞ പണപ്പെരുപ്പവുമുള്ള സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയെന്നും റിപ്പോർട്ട്. ശക്തമായ വളർച്ച, കുറഞ്ഞ പണപ്പെരുപ്പം, മെച്ചപ്പെട്ട തൊഴിൽ എന്നിവ പ്രതിഫലിക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക വർഷങ്ങളിലൊന്നായി 2025 മാറി. ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയിലാണ് ഈ വർഷം അവസാനിപ്പിക്കുന്നതെന്ന് വർഷാവസാന സാമ്പത്തിക അവലോകനത്തിൽ സർക്കാർ പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 8.2% വർദ്ധിച്ചു. ഇത് 6 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. വെല്ലുവിളി നിറഞ്ഞ ആഗോള വ്യാപാര അന്തരീക്ഷത്തിനിടയിലും ആഭ്യന്തര ഡിമാൻഡ് വർദ്ധിച്ചു. ആദ്യപാദത്തിൽ 7.8%വും 2024-25 സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിൽ 7.4% വളർച്ചാ നിരക്കുകൾ രേഖപ്പെടുത്തിയതിനെ തുടർന്നാണിത്. 2025-26 രണ്ടാം പാദത്തിൽ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ അളവുകോലായ മൊത്തം മൂല്യവർധന 8.1% വളർച്ച കൈവരിച്ചതായി സർക്കാർ പറഞ്ഞു. വ്യാവസായിക സേവന മേഖലകളിലെ ഉണർവ് ഇതിന് കാരണമായി. ഈ സുസ്ഥിര വികാസം പ്രധാന മേഖലയിലുടനീളമുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വിശാലമായ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു. പണപ്പെരുപ്പ പ്രവണതകൾ വർഷം മുഴുവനും അനുകൂലമായി തുടർന്നു. ഉപഭോക്തൃവില സൂചിക പണപ്പെരുപ്പ നിരക്ക് 2025 ജനുവരിയിലെ 4.26% നിന്ന് 2025 നവംബറിൽ 0.71% സ്ഥിരമായി കുറഞ്ഞു.
ഇത് RBIയുടെ നയത്തിന് പിന്തുണ നൽകുന്ന ഒരു ധനകാര്യ നിലപാട് നിലനിർത്താൻ അവസരം നൽകുന്നു. ഏറ്റവും പുതിയ തൊഴിൽ ശക്തി കണക്കുകൾ ശ്രദ്ധേയമായ പുരോഗതി വെളിപ്പെടുത്തി. 2025 നവംബറിൽ തൊഴിലില്ലായ്മ നിരക്ക് 4.7% കുറഞ്ഞു. ഒക്ടോബറിൽ ഇത് 5.2%. 2025 ഏപ്രിലിനു ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും താഴ്ന്ന നിലയാണിത്. 2025 കയറ്റുമതി പ്രകടനം ശക്തിപ്പെട്ടു. ചരക്ക് കയറ്റുമതി നവംബറിൽ $38.13 ബില്യൺ ഡോളറിലെത്തി. ജനുവരിയിൽ ഇത് $36.43 ബില്യൺ ആയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോളതലത്തിൽ ഏറ്റവും ആകർഷകമായ ഭവന വിപണികളിൽ ഒന്നായി ഇന്ത്യ ഉയർന്നു വരുന്നുവെന്ന് ബ്രൂക്ക്ഫീൽഡ്. ഇന്ത്യൻ നഗരങ്ങളിൽ ഭവന നിർമ്മാണത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകും. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, ജനസംഖ്യാ വളർച്ച, മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി മുൻഗണനകൾ എന്നിവ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർക്ക് ദീർഘകാലാവസരം സൃഷ്ടിക്കുന്നു. അതിനാൽ ആഗോളതലത്തിൽ ഏറ്റവും ആകർഷകമായ ഭവനവിപണികളിൽ ഒന്നായി ഇന്ത്യ ഉയർന്നുവരുമെന്ന് ബ്രൂക്ക്ഫീൽഡ് 2026 ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലുക്കിൽ പറയുന്നു. ഭവന നിർമ്മാണം ഒരു ആഗോള വിഷയമാണെങ്കിലും ഇന്ത്യയുടെ നഗരപരിവർത്തനത്തിന്റെ വ്യാപ്തിയും പാതയും അതിനെ പ്രത്യേകിച്ച് വ്യതിരിക്തമാക്കുന്നു. ഏഷ്യ പസഫിക് മേഖലയിൽ പല രാജ്യങ്ങളിലും വാടക ഭവനങ്ങൾ പ്രാരംഭഘട്ടത്തിലാണ്. ഗണ്യമായ ജനസംഖ്യാ വളർച്ചയാണ് ഇന്ത്യയുടെ പ്രത്യേകത. 2050ഓടെ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് 350 ദശലക്ഷം ആളുകളുടെ കുടിയേറ്റമുണ്ടാകുമെന്ന് കണക്കാക്കുന്നു. ഈ ജനസംഖ്യാ മുന്നേറ്റം ഭവന ആവശ്യകത വർദ്ധിപ്പിക്കും. പരമ്പരാഗത ഭവന വിതരണ മോഡലുകൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ നഗരങ്ങൾ വികസിക്കുന്നു. ഇന്ത്യയിലെ തൊഴിലാളി മധ്യവർഗം വളർന്ന് നഗരവൽക്കരിക്കപ്പെടുമ്പോൾ ഗുണനിലവാരമുള്ള വാടക ഭവനങ്ങൾക്ക് ആവശ്യക്കാർ വർദ്ധിക്കും. അനൗപചാരിക വാടക ക്രമീകരണമാണ് ഇന്ത്യ നേരിടുന്ന ഗുരുതര വിഷയമെന്നും റിപ്പോർട്ട് പറയുന്നു. റിയൽ എസ്റ്റേറ്റിലെ വിശാലമായ അവസരങ്ങൾ വൻകിട കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ്. ഗ്രാമിന് ഇന്ന് ഒറ്റയടിക്ക് 280 രൂപ ഇടിഞ്ഞ് വില 12,485 രൂപയും പവന് 2,240 രൂപയുമായി കൂപ്പുകുത്തി. 99,880 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 230 രൂപ ഇടിഞ്ഞ് 10,365 രൂപയായി. വെള്ളിവില 245 രൂപയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പണപ്പെരുപ്പം താഴ്ന്ന നിലയിൽ തുടരുമെന്ന് പഠനം. GST കുറച്ചത് സാമ്പത്തിക മേഖലയ്ക്ക് ഉത്തേജനം നൽകിയെന്നും വിലയിരുത്തൽ. ഓഹരി വിപണി 2025 രേഖപ്പെടുത്തിയത് മികച്ച നേട്ടം. നിക്ഷേപകരുടെ സമ്പത്തിൽ 30.20 ലക്ഷം കോടി രൂപയുടെ വർധനവ്. ആഗോള അനിശ്ചിതത്വത്തിനിടയിലും ഇന്ത്യ സ്ഥിരതയുള്ള വളർച്ച രേഖപ്പെടുത്തിയെന്ന് UBS. ഇന്ത്യൻ മധ്യവർഗം സാമ്പത്തികമായി കൂടുതൽ കരുത്താർജിച്ചുവെന്നും റിപ്പോർട്ട്. ഇന്ത്യക്കിത് സാമ്പത്തിക നേട്ടങ്ങളുടെ വർഷമെന്ന് കേന്ദ്ര സർക്കാർ. ഉയർന്ന വളർച്ചയും കുറഞ്ഞ പണപ്പെരുപ്പവുമുള്ള സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയെന്ന് റിപ്പോർട്ട്. ആകർഷകമായ ഭവന വിപണികളിൽ ഒന്നായി ഇന്ത്യ ഉയർന്നു വരുന്നുവെന്നും ബ്രൂക്ക്ഫീൽഡ്. ഇന്ത്യൻ നഗരങ്ങളിൽ ഭവന നിർമ്മാണത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകും. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.